ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് മുതൽ തന്നെ അങ്ങോട്ടേക്ക് ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ എന്തൊക്കെ നടക്കുന്നത് മൊത്തം കാണിച്ചാൽ പോയി. എല്ലാ ദിവസവും ഇതേപോലെ തന്നെ വ്ളോഗ് ഒക്കെ ഉണ്ടായിരുന്നേക്കും. അപ്പോൾ ഇന്ന് കാറ്ററിംഗ് വർക്ക് ഉണ്ട്, അതിന് പോകണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട് മൊത്തം. അപ്പോൾ അതിന് മുതൽ മൊത്തം ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സീനായിരിക്കും അല്ലേ? അത് അടിപൊളിയല്ലേ? സെറ്റല്ലേ ഗൈസ്? അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ? അപ്പോൾ മൊത്തം കാണിച്ചു തരാം. വീട്ടിൽ കുറേ മീനുണ്ട് കണ്ട, കുറേ മീൻ കണ്ട എൻ്റെ മുത്ത്. ഇതിൽ കുറേ കുഞ്ഞി മീൻ, ഇത് വലിയ രണ്ട് അമ്മമാരും വൈബന്നപ്പ ഒരുത്തനാളെ നമ്മൾ ഫോൺ കളിക്കുന്ന അമ്മാസ് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഫുള്ള് വൈബന്നെ പതിയൊക്കെ ഫുള്ള് കഴിച്ചു. ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഫുള്ള് ചില്ലടിച്ചിരിക്കുന്നത് രാവിലെ തന്നെ അടിച്ചിട്ട് അമ്മാസ് സ്കൂളിൽ ശനിച്ച് സ്കൂളിലല്ലോ ഫുള്ള് വൈബന്നെ അമ്മാസ്. ഞാൻ പണിക്ക് പോകുന്നത് സ്കൂളിൽ കഴിക്കുന്നത് എന്തുപോലെ കള്ളാണ് കള്ളി സ്കൂളിൽ കഴിക്കാൻ. അപ്പം ബയ്യെ കാണിച്ചത് ഇതില്ലേ, ഇത് ഷമ്മാസിൻ്റെ മറ്റേ പൈസയാണ് അല്ല മാസ. എങ്ങനെ ഉണ്ടാക്കിയേ സാറാ? ഫുള്ളു മറ്റേ രാത്രി സായ എടുത്തിട്ടല്ലേ? ഷമ്മാസ് രാത്രി സായ എടുത്തിട്ടുണ്ടാക്കിയ പൈസ നോക്കിയാ ഇന്നതാ ഫുള്ള് ഇന്നേ സ്കൂളിൽ പോയിട്ടാ ഫുള്ള് ക്ഷീണത്തിൽ രാത്രി. അല്ല കുറേ പൈസ ഉണ്ടല്ലേ? 200 അടുത്തിനേട്ടാ വൺ ഡേ അല്ല ഇങ്ങനെ ഉണ്ടോ കഴിക്കോ? വൺ ഡേ ഒരു നാല് ഷമ്മാസ് ഇതേപോലെ പൈസ ഉണ്ട്, കുറേ പൈസ ഉണ്ട് കാത്തിരിക്കും. ഈ ഷമ്മാസിൽ ടൂള് കണ്ട കാല് പൊടിഞ്ഞിട്ട് കാല് കെട്ടി ടൂള് കണ്ട കാല് പോയിട്ടുള്ള ഫുള്ള് അങ്ങനെ എന്താ വെച്ചെങ്കിൽ ഇന്നലെ പാൽ കുടിച്ചിട്ട് അപ്പോൾ അങ്ങനെ വേറെ ഇന്നലെ പാൽ കുടിച്ചിട്ട് അങ്ങനെ ഷമ്മാസ് ഇങ്ങനെ കണ്ട. അതിന് ചേടാ ആരാന്ന് പ്രൊഫഷണൽ പ്ലെയറാ? ചേടാ എൻ്റെ ഒരു നാൾ ലാസിന്റെ മുദ്ദ ഇതേപോലെ വേണ്ട, ഇതേപോലെ നല്ല ആസയുണ്ട്. പക്ഷെ നോട്ട് പെണ്ണില്ല. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ വീട്ടിലിറങ്ങി ഇപ്പം ഞാൻ വർക്ക് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടി. അത് മാത്രമല്ല ഗൈസ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു കാട് രൂപത്തിലുള്ള ഫുള്ള് ഫോറസ്റ്റുള്ള വഴിയിലാണ് പോകുന്നതും കാട്ടിലൂടെയൊക്കെയാണ് വർക്കിന് പോകുന്നത്. എന്താർക്കും വെച്ചാൽ കാറ്ററിംഗ് വർക്കാണ്, വേറെ എന്താ വർക്കൊന്നുമല്ല, നിങ്ങൾ വേറെ ചിന്തിക്കുന്നതാണ്. അവസാനം മഴ വന്ന് മൂഞ്ചി കുത്തിയിട്ട് അങ്ങനെ ഒരു ചായപ്പള്ളി കയറി അവിടെയാണ് കുറേ കടികൾ. എൻ്റെ മൊത്തം ഞാൻ ഒരു പപ്സും ചായ കടിക്കാനെന്ന് വെച്ചാൽ ഒരു പപ്സും ചായയൊക്കെ വാങ്ങി അതും കുടിച്ച് ജുനീതാണ് കട്ട്ലേറ്റും കഴിച്ച് കള്ളപ്പന്നി ഒരു കട്ട്ലേറ്റിലായിരുന്നു ഗൈസ്, മൂഞ്ചി പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വർക്ക് സൈറ്റിലാണ്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ ടാബ്ലറ്റ് മൊത്തം സെറ്റപ്പ് ആക്കിയ സാധനം ഇത് മൊത്തം ഒന്ന് കാണിച്ചിട്ട് മൊത്തം ഒന്ന് കണ്ടിക്കണം. ഓക്കെ കുറച്ച് ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമുക്ക് വർക്ക് കിട്ടിയ ഒരു കിടിയിലും വീട് കേട്ടോ മുത്ത്. എൻ്റെ പൊന്നു മുത്ത് വർക്ക് സൈറ്റ് എത്തി അങ്ങനെ ടാബിളും കഴിഞ്ഞിട്ട് മൊത്തം സെറ്റപ്പ് ആക്കി. നമ്മൾ ജൂനിയർ കേട്ടോ ഒരു പണിയില്ലാതെ ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്. അത് മാത്രമല്ല അവിടെ കുറേ ഐറ്റംസ് മൊത്തത്തിൽ റെഡി ആവാൻ വേണ്ടി അങ്ങനെ മൊത്തം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന നമ്മുടെ ബോസ് റപ്പിച്ചാൽ നമ്മുടെ മെയിൻ താരം കാണുമ്പോൾ പേര് സൈഡിൽ കാണുന്ന തന്നെ ഫ്രൂട്ട്സ് മുറിക്കാൻ ആക്കിയതാണ്. അവരാണ് ഫ്രൂട്ട്സിനെ കൊന്നോണ്ടിരിക്കുക പൈസ. എൻ്റെ മുത്തേ നമ്മളെ ബസ്സിരിച്ചാൽ പാടില്ല വിടുന്നേ തല്ലെടുക്കുന്നത് എന്താ വെച്ചെങ്കിൽ അച്ചുക്ക് മാസ്ക് കഴിഞ്ഞിട്ട് റപ്പിച്ചാവും ജൂനിയും അച്ചും തല്ല അച്ചുക്ക് മാസ്ക് കഴിഞ്ഞിട്ട് അടിച്ച ഫുള്ള് വൈബാക്കുന്നു. നമ്മളെ അടിച്ചാണ് കഴിച്ചപ്പോ നമ്മളിപ്പോ ഇവിടെ വെച്ചെങ്കിൽ ചിക്കൻ ലോലിപോപ്പ് റെഡി ആകുന്നത് ഞാൻ റപ്പിച്ച അല്ലാതെ നാലീച്ച കൈയിട്ടെടുക്കുന്നു വീഡിയോ കാണുന്നു. അപ്പോ ഈ പയ്യെ കുറച്ച് തോന്നുന്നല്ലേ കാണിച്ചരാം. കല്യാണ വീട്ടിലെ മഴ, പ്രാന്തം മഴ. ഈ മഴക്ക് അസർപ്പൂട് എന്നിട്ട് പോയിക്കള്ളൻ ജുനൈദ് പോയിക്കള്ളൻ ചായക്കറ നെയ്മുപ്പാ പണിയെടുക്കുന്നു. പക്ഷെ കഴിഞ്ഞില്ല പണിയെടുക്കാൻ. സെറ്റായി കണ്ട ഫുള്ള് സെറ്റ് പുള്ള കണ്ട ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാനും സെറ്റായി കോട്ടൊക്കെ ഇട്ടിട്ട് വർക്ക് തന്നെയാവും. പുതിയ ആപ്പിളിനെ എടുക്കുന്ന പോലെ എല്ലാത്തിനും കണ്ട അച്ചു വാ അച്ചോടെ എന്തോ കളിക്കുന്നതിന് കണ്ട കള്ളക്കളി അങ്കിട്ട് അച്ചു കിട്ടിട്ടാ എന്ത് ഫുള്ളെല്ലാം പണിക്കില്ല ഭയങ്കര നാണക്കല്ല ലുക്കായില്ല ഡ്രസ്സിങ്ങിന്റെ പാട്ട്. ഇതാണ് എന്ത് പണി പറഞ്ഞത്. പിന്നെ ഡെയിലി ബ്ലോഗ് മൊത്തം സ്റ്റാർട്ട് ആകുമ്പോൾ
ഉള്ളടത്തിൽ നാളെക്കിടെ എന്ത് കഥ എനിക്കറിയില്ല ഒറ്റ പോകുന്നില്ല. ഇപ്പം അങ്ങനെ നമ്മൾ ഫൈനലി ഫസ്റ്റത്തെ വ്ളോഗ് ഡേയുടെ അവസാനിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് ആയിരുന്നു, വലിയ വ്ളോഗൊന്നുമില്ല. അപ്പോൾ ഡേ 2 ഡേ 3 അങ്ങോട്ട് മൊത്തം കണ്ടിന്യൂസ് വ്ളോഗ് ആയി ഗൈസ് വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ ഇനി കുറേ 20 വ്ളോഗ്സ് ഒക്കെ വരും. ഓക്കെ വെയിറ്റ് ഗൈസ്. ഓക്കെ സീ സൂൺ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ബൈ.